ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. യു ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗൻ ഇൻ ദ നിയോലിത്തിക് പീരീഡ്. കൃഷി തുടങ്ങിയത് നിയോലിത്തിക് പീരീഡിലാണെന്ന് നമ്മൾ കണ്ടല്ലോ. ആസ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഫാമിംഗ്, ഇറ്റ് ബിക്കെയിം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സ്. കൃഷി ചെയ്യാൻ മനുഷ്യർ ആരംഭിച്ചപ്പോൾ കൃഷിയിടങ്ങളുടെ അടുത്ത് തന്നെ അവർക്ക് വീട് വെച്ച് താമസിക്കേണ്ട ആവശ്യം വന്നു. കാരണം എന്നാലാണ് അവർക്ക് കൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ജന്തുക്കൾ വന്ന് കൃഷി നശിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ കൃഷി ചെയ്യണ പാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. അതാണ് ഇനി അടുത്ത ഭാഗത്ത് പറയുന്നത്. ദേ സെറ്റിൽ നിയർ ദെയർ ഫാംസ് to maintain the crops, protect the fields from wild animals and to care for their domesticated animals. കൃഷിയെ സംരക്ഷിക്കാനും കൃഷിയിടങ്ങളിൽ മറ്റ് മൃഗങ്ങൾ വന്ന് അത് ഉപദ്രവിക്കാണ്ട് നശിപ്പിക്കാണ്ടിരിക്കാനും പിന്നെ അവരുടെ സ്വന്തം കന്നുകാലികളെ നന്നായിട്ട് നോക്കാനും ഒക്കെ ആയിട്ടാണ് അവർ കൃഷിയിടങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കാൻ തുടങ്ങിയത്. വാട്ട് ഓൾ ചേഞ്ചസ് മൈറ്റ് സെറ്റിൽഡ് ലൈഫ് ഹാവ് ബ്രോട്ട് എബൌട്ട് ഇൻ ഹ്യൂമൻസ്. ഈ കൃഷിയിടങ്ങളുടെ അടുത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ സ്ഥിരവാസം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ അങ്ങനെ മനുഷ്യർ സ്ഥിരവാസം തുടങ്ങിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ താഴെ കാണുന്നത്. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥിരവാസവും വന്ന മാറ്റങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. അതാണ് 3 പോയിന്റിൽ അവിടെ പറയുന്നത്. ഡ്വെല്ലിങ്സ് ബിഗൻ ടു ബി ബിൽഡ്. ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ച് തുടങ്ങിയതെന്ന് വെച്ചാൽ അവർ വീട് വെച്ചിട്ട് അത് താമസിക്കാൻ തുടങ്ങി. ഇത്രയും നാളും കാട്ടിൽ വെറുതെ അലങ്ങി നടക്കുമായിരുന്നു. ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ താഴെ കിടന്നുറങ്ങും അല്ലെങ്കിൽ ഗുഹയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരായിരുന്നു മനുഷ്യർ. പക്ഷേ ഇപ്പോൾ കൃഷിയൊക്കെ തുടങ്ങിയപ്പോൾ അവർ കൃഷിയുടെ അടുത്ത് തന്നെ ഒരു കൂടാരം പോലെ വീട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് താമസിക്കാൻ തുടങ്ങി. അതാണ് ഡ്വെല്ലിങ്സ് ബിഗൻ ടു ബിൽഡ് എന്ന്. People began to interact more with each other and mark the beginning of organized social life. ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല അവിടെ കൃഷി ചെയ്യണത്, ഒരു കൂട്ടം ഒരുപാട് അവരുള്ളവരൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് ഭാഷയില്ലെങ്കിലും അവർ പല രീതിയിൽ ആംഗ്യ ഭാഷയിലൊക്കെ ആയിട്ട് അവർ സംസാരിച്ച് തുടങ്ങി. ഓരോ ഭാഷകൾ അവർ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ ഇടപഴകാൻ തുടങ്ങി, നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതാണ് പീപ്പിൾ ബിഗൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞതാണ്. അവർ തമ്മിൽ ഇടപഴകാൻ തുടങ്ങി. ആൻഡ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ഇങ്ങനെ ഇവർ പരസ്പരം ഇടപഴകാൻ തുടങ്ങിയതാണ് ഒരു ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫിന് തുടക്കം കുറിച്ചു എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് നമ്മളെപ്പോലെയൊക്കെ ഒരു സാമൂഹികമായിട്ടൊരു ജീവിതം, ഒരു സൊസൈറ്റി പോലെ അവർ ജീവിക്കാൻ തുടങ്ങിയത് ഈ കൃഷി വന്നതിന് ശേഷം വന്നൊരു മാറ്റങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. ഇങ്ങനെ ഒരു കൃഷിയുടെ അടുത്ത് ആദ്യം ഇവരൊരു വീടുണ്ടാക്കി ഒരാൾ, പിന്നെ അടുത്ത ആൾക്കാരും കുറച്ച് വീടുകളുണ്ടാക്കി. അങ്ങനെ വീടുകളുണ്ടാക്കി അതൊരു ഗ്രാമം പോലെയും ഒരു നഗരം പോലെയും ഒക്കെ അത് വികസിക്കാൻ തുടങ്ങി. അതൊക്കെ അങ്ങനെ വലുതായി അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പഴയ മനുഷ്യന്മാർ ഇങ്ങനെ വീടുണ്ടാക്കി കുറേ വീടുകളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും വിളിക്കുക, ഗ്രാമം എന്നൊക്കെ വിളിച്ചു തുടങ്ങും. അങ്ങനെ ഗ്രാമങ്ങളായി, പിന്നെ അത് നഗരങ്ങളായി, അങ്ങനെ നല്ലോണം വികസനം വന്നു, ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങി എന്നാണ് പറയണത്. അപ്പം നമ്മൾ എന്തൊക്കെ കണ്ടു? ആദ്യം ഇവർ കല്ലുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കല്ല് വെച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. കൃഷി വഴി അവർ വീടുകളൊക്കെ ഉണ്ടാക്കി താമസിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർ കല്ല് വെച്ചിട്ടായിരുന്നു ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെ സ്റ്റോൺ ഏജ് എന്ന് പറയാൻ തുടങ്ങി, ശിലായുഗം എന്ന് പറയാൻ തുടങ്ങി. ഇനി അവർ പതുക്കേനെ കല്ല് മാറ്റിയിട്ട് അവർ ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി, ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോണത്. ഫ്രം സ്റ്റോൺസ് ടു മെറ്റൽ എന്ന് പറഞ്ഞാൽ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്നാണ് പറയുന്നത്. കുറച്ച് ലോഹം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആയുധങ്ങളുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അവിടെ ചോദ്യമുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൻ എബോവ്. വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്? ആ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ കാണുന്ന വെപ്പൺസ് അല്ലെങ്കിൽ ടൂൾസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോകം ഏതാണെന്ന് നിങ്ങൾക്കറിയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം.
The period when humans used weapons and tools made of metals is called the Metal Age. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് പറയാൻ തുടങ്ങിയത്. ലോഹയുഗം എന്ന് വെച്ചാൽ മെറ്റൽ ഏജിനെ മലയാളത്തിൽ ലോഹയുഗം എന്നാണ് പറയുക. Since copper was not strong enough for tilling the soil and cutting trees, they mixed copper and tin to make a harder and stronger alloy called bronze. ഈ കോപ്പർ എന്ന് പറയണ ഈ മെറ്റൽ അധികം കട്ടിയില്ല, അത് വളഞ്ഞു പോവും അല്ലെങ്കിൽ ഒടിഞ്ഞു പോവും, അതിനധികം കട്ടിയില്ലാത്തൊരു മെറ്റലാണ് ഈ കോപ്പർ എന്ന് പറയണ ചെമ്പ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മണ്ണ് മാന്താനും മണ്ണ് ഉഴുതു മറിക്കാനാണെങ്കിലും മരങ്ങൾ മുറിക്കാനാണെങ്കിലും കുറച്ചും കൂടി കട്ടിയുള്ള എന്തെങ്കിലും ഒരു മെറ്റൽ വേണം. ആ മെറ്റൽ കൊണ്ട് വെപ്പൺസ് ഉണ്ടാക്കിയാലാണ് അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഈ ചെമ്പിൻ്റെ കൂടി കോപ്പറിൻ്റെ കൂടെ വേറൊരു മെറ്റലും കൂടി മിക്സ് ചെയ്തു. ആ മെറ്റലിൻ്റെ പേരാണ് ടിൻ എന്ന് പറയുക. അതിന് എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ കോപ്പറും ടിന്നും കൂടി ചേർത്തിട്ട് അവർക്കൊരു മെറ്റൽ കിട്ടി. ആ മെറ്റലിൻ്റെ പേര് അവർ ബ്രോൺസ് എന്ന് പേരിട്ടു. എന്നുവെച്ചാൽ ചെമ്പും ഈയവും കൂടി ചേർത്തിട്ട് നല്ല കട്ടിയുള്ള ഒരു മെറ്റൽ കിട്ടി. അതിനെ ബ്രോൺസ് എന്ന് പറയും, മലയാളത്തിൽ വെങ്കലം എന്ന് പറയും. The period when weapons and tools made of bronze were used is known as the Bronze Age. നമ്മൾ ആദ്യം കണ്ടു കല്ലുകൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്തിന് സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു. അതുപോലെ മെറ്റൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അതിനെ മെറ്റൽ ഏജ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏത് മെറ്റലാണ് യൂസ് ചെയ്യുന്നത്? ബ്രോൺസ് ആണ്. അതുകൊണ്ട് ബ്രോൺസ് ഏജ് എന്നാണ് ഈ കാലഘട്ടത്തിന് പറയാൻ തുടങ്ങിയത്. വിത്ത് ദ യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് there occurred significant changes in human life. Let's see what they are. ഈ ബ്രോൺസ് കൊണ്ട് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനുഷ്യന്മാരുടെ ലൈഫൊക്കെ മാറാൻ തുടങ്ങി. ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിൽ വന്നു. ആ ചേഞ്ചസ് എന്താണെന്നൊക്കെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. The use of bronze and changes in human life. വെങ്കലം ഈ ബ്രോൺസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ് 4 പോയിന്റ്സ് ആയിട്ട് കാണിക്കുന്നത്. ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ ലാൻഡ്. ബ്രോൺസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കാൻ സഹായിച്ചു. എന്ന് വെച്ചാൽ അവർ ബ്രോൺസ് വെച്ചിട്ട് അവർ ഉഴുതുമറിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായി പണികളൊക്കെ. അപ്പോൾ അവർ ഒരുപാട് സ്ഥലത്തേക്ക് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെയാണ് കൃഷിയെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്തേക്ക് അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലെഡ് ടു ആൻഡ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി അവർ ഒരുപാട് സ്ഥലത്തേക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് അതുപോലെ അവർക്ക് കൃഷി കൂടെ ഒരുപാട് ധാന്യങ്ങളും വിത്തുകളും വിളവും ഒക്കെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് അവർക്ക് കൃഷിയിൽ നിന്ന് ആ ഉൽപ്പാദനങ്ങളും കിട്ടും. The increase in agriculture production paved the way for the exchange of products and the development of centers of exchange. കൃഷിയിടങ്ങൾ കൂടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സും ഒരുപാട് ഉണ്ടാക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർ ആദ്യം ഒരു സ്ഥലത്ത് മാത്രമാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ബ്രോൺസ് വന്നപ്പോൾ അവർ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി ഗോതമ്പ്. അപ്പോൾ എന്തായി, ഒരുപാട് സ്ഥലത്തു നിന്ന് ഗോതമ്പ് അവർക്ക് വിളവ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്തായി, ഒരുപാട് ഗോതമ്പുകൾ ഇവരുടെ കയ്യിലിപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് തിന്നാൻ ഒരുപാട് ഗോതമ്പ് വേണ്ടല്ലോ. അപ്പോൾ ഒരാൾക്ക് വേണ്ട ഗോതമ്പ് അവരെടുത്തിട്ട് ബാക്കി ഗോതമ്പ് അടുത്ത ആൾക്കാർക്ക് കൊടുക്കും. ആ അടുത്ത ആൾക്കാരുടെ കയ്യിൽ വേറെ വല്ലതും ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ അരി കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അരി ഇവർ വാങ്ങിക്കും, ഇവരുടെ കയ്യിലത്തെ എക്സ്ട്രാ ഉള്ള ഗോതമ്പ് അവർക്ക് കൊടുക്കും. ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവർ കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം വരുത്താൻ തുടങ്ങി. ഇതിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് കൃഷി ചെയ്തപ്പോൾ ഇവർക്ക് ഒരുപാട് ഗോതമ്പായി തുടങ്ങിയപ്പോൾ അവർ ഒരു കൂട്ടർക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ഇങ്ങനെ എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് അരി വാങ്ങിക്കണു, അതിന് പകരം ഒരു ഗോതമ്പ് കൊടുക്കണം. അടുത്ത ആളുടെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും വാങ്ങിക്കും. ഇപ്പോൾ ചോളമാണെങ്കിൽ അടുത്ത ആളുടെ കയ്യിൽ നിന്ന് ചോളം വാങ്ങിച്ചിട്ട് അവർക്ക് നമ്മുടെ കയ്യിലുള്ള ഗോതമ്പ് ഇവർ കൊടുക്കും. അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ എന്തായി, സെൻറ്റേഴ്സ് ഫോർ എക്സ്ചേഞ്ചും ഡെവലപ്പായി. എന്നുവെച്ചാൽ ഒരു സ്ഥലം ഇവരതിനെ കണ്ടുപിടിച്ച് ആ ഒരു സ്ഥലത്ത് വെച്ച് അതിനെ എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഇവർ എത്തി. ദ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. ഇങ്ങനെ കൈമാറ്റങ്ങൾ ചെയ്യുന്ന ഈ സെൻറ്റേഴ്സ് പിന്നീട്
ഒരുപാട് സിറ്റീസും ടൗൺസും ഒക്കെ ആയിട്ട് രൂപമാറ്റം സംഭവിച്ചു എന്നാണ് പറയണത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കാരങ്ങളെയാണ് സിവിലൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയണത്. You have seen the changes that have occurred in human life in the Bronze Age. ബ്രോൺസ് ഏജിൽ മനുഷ്യർക്ക് വന്ന മാറ്റങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, കൃഷി ചെയ്യാൻ തുടങ്ങി, കൃഷി അത് വ്യാപിപ്പിക്കാനും തുടങ്ങി, എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താ, അപ്പോൾ അവർക്ക് ഒരുപാട് വിളവ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവരത് എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവർക്കും കൈമാറ്റം ചെയ്യാനും തുടങ്ങി. അങ്ങനെ എന്തായി, കൈമാറ്റത്തിൻ്റെ എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് ഒരുപാട് സ്ഥലത്ത് തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ അത് ടൗൺസായി, സിറ്റീസായി. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമ്മളിപ്പോൾ ബ്രോൺസ് ഏജിൽ വന്ന മാറ്റങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. As a result of these changes in the Bronze Age, civilizations were formed centered around cities. ബ്രോൺസ് ഏജിൽ വന്ന ഈ മാറ്റങ്ങൾ കാരണം ഈ സിറ്റീസിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് സിവിലൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. എന്നുവെച്ചാൽ സിറ്റീസിലായിട്ട് സംസ്കാരങ്ങൾ ഉടലെടുത്ത് തുടങ്ങി. Let us become familiar with Bronze Age civilization. ഇനി ബ്രോൺസ് ഏജിൽ ഉണ്ടായിരുന്ന സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ബ്രോൺസ് ഏജിൽ വന്ന 4 സിവിലൈസേഷൻസിനെയാണ് ആ ഡയഗ്രാമിൽ കാണിക്കുന്നത്. ഏതൊക്കെയാണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഹരപ്പൻ സിവിലൈസേഷൻ. ഈ 4 സിവിലൈസേഷൻസിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ 4 സംസ്കാരങ്ങൾ ഏതൊക്കെ ഭാഗത്താണെന്നാണ് ഈ മാപ്പിൽ കാണിക്കുന്നത്. ഇന്ത്യയിലുള്ള സംസ്കാരമായിരുന്നു ഹരപ്പൻ സംസ്കാരം, ചൈനയിലുള്ളതായിരുന്നു ചൈനീസ് സംസ്കാരം, മെസപ്പൊട്ടോമിയയിലുള്ളതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്തിലുണ്ടായിരുന്നതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. Identify the river valleys where the major Bronze Age civilization developed and complete the table. ഈ 4 സംസ്കാരങ്ങളും കുറച്ച് നദികളുടെ അടുത്താണ് ഉണ്ടായത്. കാരണം അവർക്ക് വെള്ളം കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുള്ള സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നദികളോടടുത്താണ് ഇവർ കൃഷിയിടങ്ങൾ തുടങ്ങിയതും അതിൻ്റെ അടുത്താണ് ഇവർക്ക് സിവിലൈസേഷൻസും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏത് നദിയുടെ അടുത്താണെന്ന്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ അടുത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം തുടങ്ങിയത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരം തുടങ്ങിയത് നൈൽ നദികളുടെ അടുത്തായിരുന്നു. ഹരപ്പൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും ഇതിനെ പറയും. സിന്ധു നദിയുടെ അടുത്താണ് ഹരപ്പൻ സംസ്കാരം തുടങ്ങിയത്. ചൈനീസ് സംസ്കാരം തുടങ്ങിയത് ഹുവാങ്ഹോ നദി എന്ന നദിയുടെ അടുത്താണ്. വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഫോം ഇൻ റിവർ വാലീസ്? ബ്രോൺസ് ഏജ് സംസ്കാരങ്ങൾ നദികളുടെ അടുത്ത് എന്തുകൊണ്ടാണ് തുടങ്ങിയതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റത്തെ റീസൺ ഫെർട്ടൈൽ സോയിൽ, എന്ന് വെച്ചാൽ നല്ല മണ്ണായിരിക്കും, നല്ല ഫലം തരുന്ന മണ്ണായിരിക്കും. അതിനെയാണ് ഫെർട്ടൈൽ സോയിൽ എന്ന് പറയുക. ഫലഭൂയിഷ്ടമായ മണ്ണെന്നാണ് അതിന് മലയാളത്തിൽ പറയുക. പിന്നെ ഇത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, എന്ന് വെച്ചാൽ വെള്ളം കിട്ടാനുള്ള ഈസി, അല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളം കോരിക്കൊണ്ട് ഒരുപാട് ദൂരം പോയിട്ട് ഇവർ കൃഷി തുടങ്ങേണ്ടി വരും. അതിനേക്കാൾ എളുപ്പം ഈ നദിയുടെ തൊട്ടടുത്ത് തന്നെ കൃഷി തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് തന്നെ വെള്ളം കോരിയിട്ട് ഒഴിക്കാൻ പറ്റും. അടുത്തതാണ് ഫേവറബിൾ ക്ലൈമറ്റ്. ഈ വെള്ളത്തിൻ്റെ അടുത്താണ് കുറച്ചും കൂടി നല്ല ക്ലൈമറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, കുറച്ചുകൂടി നല്ല കാലാവസ്ഥയായിരിക്കും അതിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഇത്രയും 3 റീസൺസ് കാരണമാണ് ഈ 4 സംസ്കാരങ്ങളും നദികളുടെ അടുത്ത് തുടങ്ങിയത്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇനി നമുക്ക് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നോക്കാം. അവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മെസപ്പൊട്ടോമിയ മാപ്പിൽ എവിടെയാണെന്നും അതിൻ്റെ അടുത്തൂടെ പോകുന്ന നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു യൂഫ്രട്ടീസും ടൈഗ്രീസും ആണ് ആ 2 നദികളെന്ന്. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. മെസപ്പൊട്ടോമിയ എന്നൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ 2 നദികൾക്ക് ഇടയിലുള്ള ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം. ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, 2 റിവേഴ്സിൻ്റെ ഇടയിലുള്ള ലാൻഡ് എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ദിസ് റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ദ ടൈഗ്രീസ് റിവേഴ്സ്. മെസപ്പൊട്ടോമിയ എന്നൊരു ഭാഗം കിടക്കുന്നത് ഈ 2 നദികളുടെ, യൂഫ്രട്ടീസും ടൈഗ്രീസും എന്ന 2 നദികൾക്ക് ഇടയിലാണ് ഈ ഒരു പ്രദേശം കിടക്കുന്നത്. ദിസ് റീജിയൻ ഈസ് പ്രസൻ്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ കാലത്ത് മെസപ്പൊട്ടോമിയ എന്ന സ്ഥലം. പണ്ട് കാലത്ത് ഇതിന് മെസപ്പൊട്ടോമിയ എന്നൊക്കെ പേരായിരുന്നു. പക്ഷെ ഇന്ന് ഈ സ്ഥലം കാണുന്നത് ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗത്താണ് ഈ മെസപ്പൊട്ടോമിയ എന്ന സ്ഥലം കാണുന്നത്. Mesopotamian civilization consisted of 4 different civilizations which were Sumerian, Babylonian, Assyrian and Chaldean.
ഇവിടെ പറയുന്നത് 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഏതൊക്കെ സംസ്കാരമാണത്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയം. ഈ 4 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ നമുക്കിവിടെ പറയാം മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലുള്ള വേറെ 4 സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുമേറിയൻ സിവിലൈസേഷൻ, ബാബിലോണിയൻ സിവിലൈസേഷൻ, അസീറിയൻ ആൻഡ് കാൽഡിയൻ സിവിലൈസേഷൻസ് ആണ് അത്. അർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. അർബൻ ലൈഫ് എന്ന് വെച്ചാൽ നഗരജീവിതം, ഈ സിറ്റീസിലത്തുള്ള ലൈഫും ആർട്ട് ഓഫ് റൈറ്റിംഗ് എഴുതുന്ന വിദ്യേനെയുമാണ് പറയുന്നത്. The Sumerians were the first people who contributed to the development of urban life in Mesopotamia. മെസപ്പൊട്ടോമിയ എന്ന സ്ഥലത്ത് വേറെയും 4 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിലൊരാളാണ് സുമേറിയൻ. ഈ സുമേറിയൻ സംസ്കാരത്തിൽ പെട്ട ആൾക്കാരാണ് അർബൻ ലൈഫിനെ കൂടുതൽ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. അർബൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നഗരജീവിതം. ആ നഗരജീവിതത്തിൻ്റെ വികസനത്തിന്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടുതലും ആദ്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് സുമേറിയക്കാരാണെന്നാണ് പറയുന്നത്. The major cities of Mesopotamian civilizations were Ur, Uruk, Lagash and so on. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സിറ്റീസിൻ്റെ പേരാണ് ഉറൂക്ക്, ലഗാഷ് എന്ന് പറയുന്നത്. The writing system of Mesopotamians was known as cuneiform. മെസപ്പൊട്ടോമിയക്കാർ അവരുടെ ഭാഷ എഴുതുന്ന ആ രൂപത്തിന് പറയുന്ന പേരാണ് ക്യൂണിഫോം. അതിനെ ലിപി എന്ന് പറയും. ആ എഴുതുന്ന ആ രീതിനെ ലിപി എന്ന് പറയും. അപ്പോൾ മെസപ്പൊട്ടോമിയക്കാർ എഴുതുന്ന ആ ലിപിയാണ് ക്യൂണിഫോം എന്ന് പറയുന്ന ലിപി. ദിസ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്. സുമേറിയക്കാരാണ് ഈ ലിപി വികസിപ്പിച്ചത്. അവരാണ് ഇങ്ങനെ എഴുതാൻ കണ്ടുപിടിച്ചത്. അവരാണ് ഇങ്ങനെ എഴുതി തുടങ്ങിയതും. ഇറ്റ് വാസ് എ വെഡ് ഷേപ്പ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. അവരുടെ ആ ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു ലിപി വെഡ്ജ് ഷേപ്പ് പോലെയാണ്. എന്ന് വെച്ചാൽ അത് കൊത്തുപണി ചെയ്തതുപോലെ, ഇങ്ങനെ കൊത്തി വെച്ചതുപോലെയാണ് ആ ഒരു രൂപം. അതിൽ നമുക്ക് കാണാം. അത് എഴുതിയിരിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്? ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്. ഈ കളിമണ്ണോണ്ടുള്ള ഫലകങ്ങളെയാണ് ക്ലേ ടാബ്ലറ്റ് വെച്ചാൽ കളിമണ്ണോണ്ടുള്ളൊരു സർഫസിലാണ് അവർ ഈ കൊത്തുപണി പോലെ അതിങ്ങനെ കുത്തി വരച്ചിരിക്കുന്നത്. They used a pointed reed stylus to write on the clay tablet. നല്ല ഷാർപ്പായിട്ടുള്ള അതിനാണ് പോയിൻറ്റഡ് എന്ന് പറയുന്നത്. കുറച്ചിങ്ങനെ കൂർത്ത മൊന പോലത്തെ കുറച്ച് തണ്ടുകൾ വെച്ചിട്ടാണ് അവർ ക്ലേയുടെ മുകളിൽ എഴുതാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നതാണ് അവിടെ പറയണത്. ഇപ്പം നമ്മൾ പറയുന്നത് അവരുടെ ലിപി എങ്ങനെയായിരുന്നു എന്നാണ്. അവരുടെ ലിപീനെ എന്താ പറയുക? ക്യൂണിഫോം ലിപി എന്നാണ് പറയുക. ആരാണത് കണ്ടുപിടിച്ചത്? സുമേറിയക്കാരാണ് അത് കണ്ടുപിടിച്ചത്. ഇനി അത് എങ്ങനെയാണുള്ളത്? ഒരു ക്ലേ ടാബ്ലറ്റിൻ്റെ മുകളിൽ കൂർത്ത സ്റ്റില്ലസ് പോലത്തെ സാധനം, ചൊവ്വാടി പോലെ കൂർത്ത മൊനയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എഴുതിയതുപോലെയാണ്, വെഡ്ജ് ഷേപ്പിൽ എഴുതിയതുപോലെയാണ് അവരുടെ ലിപി കാണുന്നത്. അവരുടെ ഭാഷയാണ്. അവരിങ്ങനെയാണ് എഴുതി സംസാരിക്കുന്നത്. ഇതാണ് അവർ എഴുതുന്ന ഭാഷ. നമ്മൾ മലയാളത്തിൽ ആ ഈ എന്നൊക്കെ എഴുതുന്ന പോലെയാണ് അവരുടെ ഭാഷയാണ് ഇത്. കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയൻസ്. മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ. അവർ നമുക്ക് എന്തൊക്കെ തന്നു, അവർ കാരണം എന്തൊക്കെ നമുക്ക് ലഭിച്ചു എന്നാണ് അവിടെ പറയണത്. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. സയൻസും മാത്സും അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഇനി അതിലെന്തൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ലൂണാർ കലണ്ടർ. ലൂണാർ കലണ്ടർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കലണ്ടറാണ്. ഇപ്പോൾ ഇസ്ലാമിലുള്ള ഹിജ്രി കലണ്ടർ ഒരു ലൂണാർ കലണ്ടറാണ്. ഹിജ്രി കലണ്ടർ പറയുന്നത് ചന്ദ്രൻ്റെ പൊസിഷൻസിനെ നോക്കിയിട്ടാണ് അവർ ഓരോ ദിവസങ്ങൾ അതിൽ പറയണത്. അതുപോലത്തെ ഒരു കലണ്ടർ ലൂണാർ കലണ്ടർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കലണ്ടറാണ് ലൂണാർ കലണ്ടർ. അത് മെസപ്പൊട്ടോമിയക്കാർ നമുക്ക് തന്നൊരു കോൺട്രിബ്യൂഷനാണ്. കാരണം അവരാണ് അത് കണ്ടുപിടിച്ചത്. കാൽക്കുലേറ്റഡ് ദി സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയത് ഇവരാണ് ആ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്തെന്നാണ് പറയണത്. ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഈ ഗുണനവും ഹരണവും ഒക്കെ ഇവരുടെ കോൺട്രിബ്യൂഷൻ ആണെന്നാണ് പറയണത്. ഇനി ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. അവരെന്തൊക്കെ നിയമങ്ങളാണ് നമുക്ക് സംഭാവന ചെയ്തിരിക്കണേന്ന് നോക്കാം. Laws were codified for the first time during the reign of Sumerian ruler Dungi. സുമേറിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഭരിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഡുങ്കി എന്ന്. അതാണ് സുമേറിയൻ റൂളർ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ഇങ്ങനെ നിയമങ്ങളൊക്കെ
ക്രോഡീകരിക്കാൻ തുടങ്ങിയതെന്നാണ് പറയുന്നത്. ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് റിവൈസ്ഡ് ഫോം ഓഫ് ദീസ് ലോസ്. ഈ നിയമങ്ങൾ ഹമ്മുറാബിയുടെ നിയമ സംഹിതേനെ പരിഷ്കരിച്ചൊരു നിയമങ്ങളാണ് ഈ കാണുന്ന നിയമങ്ങളെന്ന് പറയുന്നത്. ഹമ്മുറാബിയുടെ നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനി അടുത്തത് കാണും. കോഡ് ഓഫ് ഹമ്മുറാബി, ഹമ്മുറാബിയുടെ നിയമസംഹിത എന്നാണ് അതിനെ പറയാം. ദിസ് ഈസ് എ കോഡ് ഓഫ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ റീൻ ഓഫ് ബാബിലോണിയൻ റൂളർ ഹമ്മുറാബി. ബാബിലോണിയയിലെ ഒരു അധികാരിയാണ് ഈ ഹമ്മുറാബി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ജീവിച്ചിരുന്ന വർഷവും അവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങളെയാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഓൾഡസ്റ്റ് റിട്ടൺ കോഡ് ഓഫ് ലോ ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് എഴുതപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും ഓൾഡസ്റ്റ്, ഏറ്റവും പഴമയേറിയ നിയമങ്ങളാണ് ഹമ്മുറാബിയുടെ നിയമങ്ങൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദ മെത്തേഡ് ഓഫ് പണിഷ്മെൻറ്റ് ഓഫ് എൻ ഐ ഫോർ എൻ ഐ, എ ടൂത്ത് ഫോർ എ ടൂത്ത് കംസ് ഫ്രം ദിസ് കോഡ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊരു ശിക്ഷാരീതി പണ്ടുണ്ടായിരുന്നു. ആ ശിക്ഷാരീതി വന്നത് ഈ ഹമ്മുറാബിയുടെ നിയമങ്ങളിൽ നിന്നാണ്. സിഗുറാറ്റ്സ്, സിഗുറാത്തുകൾ. പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓഫ് ദ മെസപ്പൊട്ടോമിയൻസ് വെർ നോൺ ആസ് സിഗുറാത്ത്. മെസപ്പൊട്ടോമിയക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, ഒരു ആരാധനാലയത്തിൻ്റെ പേരാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. ദീസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് വെർ മെയിൻലി ബിൽറ്റ് ഇൻ സിറ്റീസ്. സിറ്റികളിലാണ് ഇങ്ങനത്തെ ആരാധനാലയങ്ങൾ കാണാൻ പറ്റുക. ദേ വർ മെയ്ഡ് ഓഫ് ബ്രിക്സ്. ബ്രിക്കുകൾ ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചിരുന്നത്, ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചിരുന്നത്. ദ സിഗുറാറ്റ്സ് ഇൻ ദ സിറ്റി ഓഫ് ഉർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസപ്പൊട്ടോമിയയുടെ 3 മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ് ഏതൊക്കെയാണെന്ന്. അതിൽ ഒരു സിറ്റിയാണ് ഉർ എന്ന സിറ്റി. ഇന്നത്തെ കാലഘട്ടത്തിലും ഉർ എന്ന സിറ്റിയിൽ ഇപ്പോഴും അവിടെ ഒരു സിഗുറാറ്റ് പ്രിസർവ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു കേടുപാടൊന്നും അധികം പറ്റാണ്ട് ഇപ്പോഴും ഒരു സിഗുറാറ്റ് അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് നൈൽ നദീതടത്തിൻ്റെ അടുത്താണ്. ദ മെയിൻ സിറ്റി ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കൈറോ. കൈറോ ആണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റി. ദ ഈജിപ്ഷ്യൻ കിങ്സ് വെർ നോൺ ആസ് ഫറവോസ്. ഫറവോ എന്നാണ് ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ പറയുന്ന പേര്. ദ മെയിൻ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് ദ പിരമിഡ്സ്. പിരമിഡുകളാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. കൃഷിയാണ് ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രൂ അബണ്ടൻ്റ്ലി ഇൻ ദ നൈൽ റിവർ ബേസിൻ. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി എന്നിവയെല്ലാം നൈൽ നദീതീരത്തിൻ്റെ അടുത്ത് സമൃദ്ധമായി വളർന്നിരുന്നു. ദിസ് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിവിലൈസേഷൻ ഇൻ ദ നൈൽ വാലി. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദിയുടെ അടുത്ത് ഈ സംസ്കാരം വളർന്നു വരാൻ കാരണമായത്. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്തിനെ അതുകൊണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അപ്പോൾ എന്തൊക്കെ പറയും? നൈൽ നദിയുടെ അടുത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം തുടങ്ങിയത്. അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള സിറ്റിയുടെ പേരാണ് കൈറോ. അവിടുത്തെ രാജാക്കന്മാരെ പറയുന്ന പേരാണ് ഫറവോ. അവിടുത്തെ ഒരു പ്രധാന ഫീച്ചറാണ് പിരമിഡുകൾ. കൃഷിയാണ് അവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. ഏതൊക്കെ കൃഷിയായിരുന്നു? വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ. ഇതൊക്കെ അവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നൈൽ നദിയുടെ അടുത്ത്. ഇത്ര അധികം ധാന്യങ്ങൾ അവിടെ വളർത്താൻ പറ്റിയത് ആ പുഴയുടെ, ആ നദിയുടെ ഒരു ഗുണമേന്മ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈജിപ്തിനെ നൈലിൻ്റെ ദാനം, ഗിഫ്റ്റ് ഓഫ് ദ നൈൽ, കാരണം ആ നദി കാരണമാണ് അവർക്ക് ഇത്ര അധികം ധാന്യങ്ങൾ അവിടെ വളർത്താൻ പറ്റിയത്. അതുകൊണ്ടാണ് ഈജിപ്തിനെ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് വിളിച്ചിരുന്നത്. പിരമിഡ്സ്. ദ പിരമിഡ്സ് വിച്ച് ആർ ദ ടോംസ് ഓഫ് ദ ഫറവോസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്തിൻ്റെ ഒരു പ്രധാന ഫീച്ചറാണ് പിരമിഡുകളെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താണ് പിരമിഡുകൾ? ഈ മരിച്ചുപോയ രാജാക്കന്മാർ അഥവാ ഫറവോകളുടെ ശവകുടീരമാണ് ഈ പിരമിഡുകൾ. ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഇസ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. അവിടെ ഒരുപാട് പിരമിഡുകളുണ്ട്. ആ പിരമിഡുകളിൽ ഏറ്റവും വലുതും ഏറ്റവും ഫേമസുമായിട്ടുള്ള പിരമിഡിൻ്റെ പേരാണ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. മമ്മീസ്. The Egyptians had a system of preserving the dead body by embalming it with perfumes.
മമ്മികൾ. എന്താണ് മമ്മികൾ? ഈജിപ്തിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പെർഫ്യൂംസ് എല്ലാതും പൂശിയിട്ട്, സുഗന്ധദ്രവ്യങ്ങളെല്ലാം പൂശിയാണ് മൃതദേഹങ്ങൾ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ദ ബോഡി പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഈസ് നോൺ ആസ് മമ്മി. സുഗന്ധദ്രവ്യങ്ങളെല്ലാം പൂശിയിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന മൃതദേഹങ്ങളെയാണ് മമ്മി എന്ന് പറയുന്നത്. Among these, the most famous is the mummy of Pharaoh Tutankhamun. ഈജിപ്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ മമ്മിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മമ്മിയാണ് തുത്തങ്കാമൻ എന്നൊരു ഫറവോയുടെ മമ്മി. സച്ച് മമ്മീസ് വെർ കെപ്റ്റ് ഇൻസൈഡ് ദ പിരമിഡ്. പിരമിഡിൻ്റെ ഉള്ളിലാണ് ഇത്തരത്തിലുള്ള മമ്മികളെ സൂക്ഷിച്ചിരുന്നത്. ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ, എഴുതുന്ന രീതിയെയാണ് ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ജസ്റ്റ് ആസ് ഇൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈജിപ്തിലും എഴുത്തുവിദ്യകൾ ഉണ്ടായിരുന്നു. ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നാണ് ഈജിപ്തിലെ എഴുത്തുവിദ്യയെ പറയുന്ന പേര്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നമ്മൾ കണ്ടായിരുന്നു, അവരുടെ ലിപിയുടെ പേരാണ് ക്യൂണിഫോം എന്ന് പറഞ്ഞ ലിപി. അത് കളിമൺ പ്രതലത്തിൽ എഴുതുന്ന ലിപിനെയാണ് ക്യൂണിഫോം എന്ന് പറയുന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ ലിപിയുടെ പേരാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ്. പുരാതന ഈജിപ്തുകാരുടെ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ദിസ് സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂടിച്ചേർന്ന ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞ ലിപി. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. വലതുഭാഗത്തു നിന്ന് ഇടതുഭാഗത്തേക്കാണ് ഈ ലിപി വായിക്കുന്നത്. അറബി ഭാഷ വലതുനിന്ന് ഇടതുവശത്തേക്കാണ് എഴുതുന്നത്. അതുപോലെ തന്നെയാണ് ഹൈറോഗ്ലിഫിക്സും, വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്കാണ് അത് വായിക്കുന്നത്. അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്ക് ലഭിച്ചിരിക്കുന്ന സംഭാവനകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഈജിപ്റ്റ്. കണക്കും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ദ ഈജിപ്ഷ്യൻ ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ജിയോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. കണക്കിലെ ജിയോമെട്രി എന്ന ഭാഗത്തിന് അടിസ്ഥാനം നൽകിയത് ഈജിപ്ഷ്യൻസ് ആണ്. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻസ് വെർ ദെയർ കോൺട്രിബ്യൂഷൻസ്. കണക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഈജിപ്തുകാരുടെ ഒരു സംഭാവനയായിരുന്നു. Their solar calendar consisted of 12 months of 30 days each and an added 5 days to complete a year of 365 days. സോളാർ കലണ്ടർ എന്താണെന്ന് വെച്ചാൽ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറാണ് സോളാർ കലണ്ടർ. അവരുടെ സോളാർ കലണ്ടറിൽ 12 മാസമുണ്ട്. ഓരോ 12 മാസത്തിലും 30 ദിവസം വെച്ചാണ് ഓരോ മാസത്തിലും ഉള്ളത്. അങ്ങനെ 12 മാസവും പിന്നെ എക്സ്ട്രാ ഒരു 5 ദിവസവും കൂടിയാണ് അവരുടെ സോളാർ കലണ്ടറിലുള്ളത്. അങ്ങനെ ടോട്ടൽ 365 ദിവസം അവരുടെ ഒരു കലണ്ടറിൽ വരും. ചൈനീസ് സിവിലൈസേഷൻ, ചൈനീസ് സംസ്കാരം. ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ഹൊയാങ് ഹോ. ഹൊയാങ് ഹോ നദീതടത്തിൻ്റെ അടുത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് സിവിലൈസേഷൻ ആസ് വെൽ. ഈ സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയായിരുന്നു. ദേ വെർ ഓൾസോ എക്സ്പേർട്സ് ഇൻ വേവിംഗ്, പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. കൃഷി കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്രം നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. ദേ മെയ്ഡ് എക്സലൻറ്റ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. ബ്രോൺസ് ഉപയോഗിച്ചിട്ട് വളരെ മികവുറ്റ ശില്പങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചിരുന്നു. റൈറ്റിംഗ് സിസ്റ്റം, എഴുത്തു സമ്പ്രദായം. ദ ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യന്റ് ടൈംസ്. പുരാതന കാലം മുതൽ തന്നെ എഴുത്തു സമ്പ്രദായം ചൈനക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്നു. ദ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വാസ് കോമൺ. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ലിപിയായിരുന്നു അവരുടേത്. Gradually, they developed symbols to use in place of pictures. പതുക്കേനെ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. That script still exists in China with modification. മാറ്റങ്ങൾ വരുത്തിയ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ട 3 സംസ്കാരങ്ങളുടെയും സ്ക്രിപ്റ്റ് ഫീച്ചേഴ്സും എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെസപ്പൊട്ടോമിയയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്ന ലിപി ഏതായിരുന്നു? ക്യൂണിഫോം ലിപി. ആ ലിപിയുടെ പ്രത്യേകത എന്തായിരുന്നു?
ക്ലേ ടാബ്ലറ്റ്സിലായിരുന്നു അവ എഴുതിയിരുന്നത്. ഇനി ഈജിപ്ത് സംസ്കാരത്തിൻ്റെ ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപി. ആ ലിപിയുടെ പ്രത്യേകത എന്താണ്? വിശുദ്ധ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് ലിപിയെ പറഞ്ഞിരുന്നത്. അടുത്തത് ചൈനീസ് സംസ്കാരം. ചൈനയിലെ സ്ക്രിപ്റ്റ് ഏതായിരുന്നു? ചൈനീസ് ലിപി അല്ലെങ്കിൽ ചിത്രലിപി. ചൈനീസ് സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ചൈനക്കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് അവരുടെ ലിപിയിൽ. ഹരപ്പൻ സിവിലൈസേഷൻ. ഹരപ്പൻ സംസ്കാരം. The Harappan civilization was a civilization that existed in the Indus Valley during the Bronze Age. ബ്രോൺസ് ഏജിൽ ഇൻഡസ് വാലിയുടെ അടുത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഇൻഡസ് വാലിനെ മലയാളത്തിൽ പറയുന്ന പേരാണ് സിന്ധു നദീതടത്തിൽ. ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഫ്രം അബൌട്ട് 2600 BCE to 19000 BCE. ഈ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. 2600 BC മുതൽ 1900 BC വരെയാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2025 CE ആണ്, കോമൺ എറയാണ്. BCE എന്ന് പറയുമ്പോൾ ബിഫോർ കോമൺ എറയാണ്. ആ കോമൺ എറയിൽ ആ കാലഘട്ടത്തിൽ വർഷങ്ങൾ കുറഞ്ഞാണ് വരിക. 2600 മുതൽ കുറവായ 1900 വരെയാണ് അന്നത്തെ കാലഘട്ടത്തെ വർഷത്തെ പറയുന്നത്. ഹരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവർഡ്. ആദ്യമായി കണ്ടെത്തിയ നഗരത്തിൻ്റെ പേരാണ് ഹരപ്പ. ദാറ്റ് ഈസ് വൈ ദിസ് സിവിലൈസേഷൻ ഈസ് കോൾഡ് ഹരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് പേരിട്ടത്. സിൻസ് ഇറ്റ് എമേർജ്ഡ് ഇൻ ദ ഇൻഡസ് വാലി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതടത്തിൻ്റെ അടുത്ത് ഉടലെടുത്തത് കൊണ്ടാണ് ഈ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്നും പറയുന്നത്. ദിസ് സിവിലൈസേഷൻ ഡെവലപ്ഡ് അറൗണ്ട് അർബൻ സെൻറ്റേഴ്സ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നിരുന്നത്. Therefore, this civilization is termed as the first urbanization in India. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നത്. സർ ജോൺ മാർഷൽ. Archaeological Survey of India ASI is an organization formed to carry out excavation and preservation of archaeological materials in India. ഇന്ത്യയിലെ പുരാവസ്തുക്കളെ കുഴിച്ചെടുക്കാനും അവ സംരക്ഷിക്കാനും വേണ്ടി രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനം. സർ ജോൺ മാർഷൽ വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫ്രം 1902 to 1928. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന വ്യക്തിയുടെ പേരാണ് സർ ജോൺ മാർഷൽ. It was a research conducted under his leadership that led to the discovery of Harappan civilization. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹരപ്പൻ സംസ്കാരം കണ്ടെത്തിയത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കണ്ടു? സർ ജോൺ മാർഷൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ASI എന്നൊരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ജനറൽ. അദ്ദേഹം 1902 മുതൽ 1928 വരെയായിരുന്നു ഈ ഡയറക്ടർ ജനറൽ എന്ന പദവിയിൽ ആളുണ്ടായിരുന്നത്. ആളുടെ നേതൃത്വത്തിൽ നടന്നൊരു ഗവേഷണം കാരണമാണ് ഹരപ്പൻ സിവിലൈസേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. ടൗൺ പ്ലാനിംഗ്, നഗരാസൂത്രണം. ദ മെയിൻ ഫീച്ചർ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ വാസ് ടൗൺ പ്ലാനിംഗ്. ഹരപ്പൻ സിവിലൈസേഷൻ്റെ മെയിൻ ഫീച്ചറാണ്, പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ടൗൺ പ്ലാനിംഗ് എന്ന് പറയുന്നത്, നഗരാസൂത്രണം എന്ന് പറയുന്നത്. ദേ ബിൽഡ് ഹൗസസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്ട്രീറ്റ്. തെരുവുകളുടെ രണ്ട് വശങ്ങളിലും അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു. ദേ യൂസ് ബേൺഡ് ബ്രിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ. വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുത്ത ഇഷ്ടികകളാണ് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ദ ഡ്രെയിനേജ് സിസ്റ്റം വാസ് എ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാല്, അഴുക്ക് വെള്ളം എല്ലാം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഴുക്ക് ചാലാണ് ഹരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. The cities and drains were planned in such a way that the waste water from the houses was drained out of the city through the drains in the streets. വീടുകളിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളം ഈ അഴുക്ക് ചാലിലേക്ക് വീണിട്ട് ഈ അഴുക്ക് ചാലിൽ നിന്ന് ഈ അഴുക്ക് വെള്ളം മുഴുവൻ ആ നഗരത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി കളയുന്ന ഒരു സിസ്റ്റമായിരുന്നു അവരന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ.
മൊഹൻജദാരോയിലെ വലിയ കുളം. മൊഹൻജദാരോ വാസ് ദ മേജർ സിറ്റി ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിരുന്നു, ഒരു നഗരമായിരുന്നു മോഹൻജദാരോ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദിസ് സിറ്റി. ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന വലിയ കുളമാണ് ഈ ഒരു നഗരത്തിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. There were flights of steps on both sides to enter this tank and it had bathrooms. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി രണ്ട് സൈഡിലും സ്റ്റെപ്സും ബാത്റൂമുകളും ഉണ്ടായിരുന്നു. There was also arrangement for filling fresh water and draining out waste water. ശുദ്ധജലം വരാനും അഴുക്കുവെള്ളം പോകാനുമുള്ള സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഗ്രാനറി, ധാന്യപ്പുര. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ഹരപ്പൻ പീപ്പിൾ. കൃഷി തന്നെയാണ് ഹരപ്പൻ ജനതകളുടെയും പ്രധാന ജീവിതമാർഗം. എവിഡൻസസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം സൈറ്റ്സ് ലൈക്ക് രംഗ്പൂർ ആൻഡ് ലോത്തൽ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ രംഗ്പൂർ, ലോത്തൽ എന്ന സ്ഥലത്തു നിന്ന് നെൽകൃഷിയുടെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ദ ഗ്രാനറി ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്റോറിക്കൽ റിമെയിൻ ഫൗണ്ട് ഇൻ ഹരപ്പ. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പ് എന്ന് പറയുന്നതാണ് ഈ ധാന്യപ്പുര. ഇറ്റ് വാസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് പ്രിസർവ് ഗ്രെയിൻ. ഈ ധാന്യപ്പുരകളിൽ ധാന്യങ്ങൾ സംരക്ഷിക്കുകയും സൂക്ഷിച്ചു വെക്കാനുമാണ് അവ ഉപയോഗിച്ചിരുന്നത്. ഹാൻഡിക്രാഫ്റ്റ്സ്, കരകൗശല വിദ്യ. ദ ഹരപ്പൻസ് വെർ സ്കിൽഡ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റ്സ്. കരകൗശല വിദ്യയിൽ നല്ല കഴിവുള്ളവരായിരുന്നു ഹരപ്പൻ ജനതകൾ. അവരുണ്ടാക്കിയ ടോയ്സ്, സീൽസ്, ജ്വല്ലറി, ക്ലേ പോട്ട്, ബ്രോൺസ് സ്റ്റാച്യു ഓഫ് എ ഡാൻസിങ് ഗേൾ ആണ് ഇവിടെ കാണുന്നത്. വാട്ട് ഡീറ്റെയിൽസ് അബൌട്ട് ദ ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ഹരപ്പൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്. ഫൈൻഡ് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. ഈ 5 ചിത്രങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെ കഴിവുകൾ ഹരപ്പൻ ജനതകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ ഓൾറെഡി യൂസ് ടു മേക്ക് സീൽസ്, യൂസ് ടു മേക്ക് ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മുദ്രകൾ ഉണ്ടാക്കാൻ അറിയാം, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. അതൊക്കെ അവർ നിർമ്മിച്ചിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? മൺപാത്രങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അതാണ് അവിടെ മൺപാത്രത്തിൻ്റെ രൂപം കാണുന്നത്. പിന്നെന്താ അവിടെ കാണുന്നത്? പ്രതിമകളും അവർ നിർമ്മിച്ചിരുന്നു. പിന്നെ ആഭരണങ്ങളും അവർ നിർമ്മിച്ചിരുന്നു. നെക്ലസസ്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് ഇയറിങ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, ബീഡ്സ് ആൻഡ് ഷെൽസ് വെർ വൈഡ്ലി യൂസ്ഡ്. സ്വർണം, വെള്ളി, മുത്ത്, ചിപ്പി ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്ന മാല, കയ്യിലിടുന്ന വള, പിന്നെ ചെവിയിലിടുന്ന കമ്മൽ, ഇതൊക്കെ അവിടെ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ ഉണ്ടാക്കി അവരതൊക്കെ ധരിക്കുന്നുണ്ടായിരുന്നു. They made seals from clay and stones. അവർ കളിമണ്ണും കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് സീലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. The toys, clay pots and bronze statues found in Harappan cities all shows the artistic skills of Harappan people. അവിടെ ഉണ്ടാക്കിയ കളിപ്പാട്ടവും പിന്നെ കളിമൺ പാത്രങ്ങളും പിന്നെ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ പ്രതിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അന്നത്തെ കാലത്ത് ഹരപ്പൻ എന്ന സ്ഥലത്തെ ജനതകൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു. കലാകാരമായിട്ട് നല്ല കഴിവുള്ളവരാണെന്ന് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ. ഹരപ്പനിൽ എങ്ങനത്തെ എഴുത്തുവിദ്യയാണെന്ന് നമുക്ക് നോക്കാം. ഹരപ്പൻ പീപ്പിൾ ഹാഡ് ദെയർ ഓൺ റൈറ്റിംഗ് സിസ്റ്റം. അവർക്ക് അവരുടേതായ ഒരു എഴുത്ത് രീതി ഉണ്ടായിരുന്നു. ദേ യൂസ്ഡ് സിംബൽസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്. ഇവരും അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് എഴുതാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ദെയർ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിക്ലൈൻ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച എങ്ങനെയായിരുന്നു എന്ന് ഇനി നമുക്ക് നോക്കാം. ഹരപ്പൻ സിറ്റീസ് ഫേസ് ഡിക്ലൈൻ അറൌണ്ട് 1900 BCE. 1900 BCEയിലാണ് ഏകദേശം ഹരപ്പൻ നഗരങ്ങളുടെ ഒക്കെ ഒരു തകർച്ച തുടങ്ങിയത്. There are different opinions about the decline of Harappan civilization. പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ സംസ്കാരം നശിച്ചു പോകുന്നതിൻ്റെ കാരണമായിട്ട്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്തൊക്കെയാണെന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിൽ വന്ന മാറ്റം ഒരു കാരണമായിട്ടാണ് പറയുന്നത്. ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ്,
ഇടയ്ക്കിടയ്ക്ക് അവിടെ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രളയങ്ങൾ ഉണ്ടായാൽ അവിടുത്തെ ആൾക്കാരൊക്കെ മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവിടുത്തെ സാധനങ്ങളെല്ലാം നശിച്ചു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതും ഒരു കാരണമായിട്ട് ഇവിടെ പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. അവിടെ ഉള്ള വനങ്ങളെല്ലാം വെട്ടിത്തെളിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ മൃഗങ്ങൾക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ ഇല്ലാണ്ടായിരിക്കും, മരങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഒരു കാരണമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്, ഭൂമി അമിതമായി ഉപയോഗിച്ചത്. റെക്കോർഡിംഗ് ഹ്യൂമൻ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ പീരീഡ് ഈസ് എ വെരി ഡിഫിക്കൾട്ട് ആൻഡ് ലേബറസ് ടാസ്ക്. പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാരുടെ ചരിത്രം, ഹിസ്റ്ററി, അത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണെന്നാണ് ഇവർ പറയുന്നത്. സിൻസ് നോ റിട്ടേൺ എവിഡൻസ് ഈസ് അവൈലബിൾ, വി റിലേ ഓൺലി ഓൺ ആർക്കിയോളജിക്കൽ എവിഡൻസസ്. ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ എന്താണ് ശരിക്കും പറ്റിയതെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല ആരും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹരപ്പൻ സിവിലൈസേഷൻ നശിച്ചു പോയെന്ന് ആരും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം അറിയില്ല. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യണത്? ആർക്കിയോളജിക്കൽ എവിഡൻസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാവസ്തുക്കളുടെ തെളിവുകൾ. ടു ലേൺ അബൌട്ട് ഹ്യൂമൻസ് ആൻഡ് ദെയർ ലൈവ്സ് ഇൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. Historians have recorded the history of humans since the beginning by analyzing such archaeological evidences. ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാർ, ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തികളെയാണ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയാം. അവർ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഒക്കെ അനലൈസ് ചെയ്ത് ഒക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് അവർ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാതിൻ്റെയും ചരിത്രം, ഹിസ്റ്ററി അവർ എഴുതി വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. While fossil remains provide evidence of humans that evolved millions of years, stone weapons, tools and cave paintings tell us about people in the Stone Age. ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട മനുഷ്യന്മാരെ കുറിച്ചുള്ള തെളിവുകളൊക്കെ ഈ ഫോസിലിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ ഏജിലത്തെ തെളിവുകളാണ് നമുക്ക് ഈ സ്റ്റോൺ വെപ്പൺസും ടൂൾസും കേവ് പെയിൻറ്റിങ്, ഗുഹയിലെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റോൺ ഏജിനെ കുറിച്ചുള്ള തെളിവുകളാണ്. The beginning of agriculture and the development of settled life during the Neolithic period were milestones in human history. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നിയോലിത്തിക് പീരീഡിലാണ് കൃഷിയെല്ലാം തുടങ്ങിയതെന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരംഭിച്ച കൃഷിയും അതിനുശേഷം മനുഷ്യനെ ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയതും ഇതെല്ലാം മനുഷ്യരുടെ ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായി എന്നാണ് പറയുന്നത്. The civilization that emerged in different parts of the world during the Bronze Age revealed the history of achievements of humans during the period. ബ്രോൺസ് ഏജിലാണല്ലോ ഇങ്ങനെ പല സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ബ്രോൺസ് ഏജിൽ ഉണ്ടായ ഈ സിവിലൈസേഷൻസ് എല്ലാതും പണ്ടത്തെ കാലത്തെ മനുഷ്യരുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അവർ വെപ്പൺസ് ഉണ്ടാക്കാൻ പഠിച്ചതും അവർ കൃഷി ചെയ്യാൻ പഠിച്ചതും എക്സ്ചേഞ്ച് ചെയ്യാൻ പഠിച്ചതും പിന്നെ പ്രതിമകൾ ഉണ്ടാക്കാനും ബ്രോൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമകളും പോട്ടറിയും എല്ലാതും ചെയ്യാൻ തുടങ്ങി. അവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. It is the knowledge and practices formed in ancient civilizations that laid the foundation for our culture. ഇന്നത്തെ നമ്മുടെ കൾച്ചർ, ഇന്നത്തെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ മനുഷ്യരുടെ നോളജും പ്രാക്ടീസസുമാണെന്നാണ് പറയുന്നത്. We can use such reminders of the past as stepping stones for the future. പണ്ടത്തെ കാലത്തെ കാര്യങ്ങളെല്ലാതും നമുക്കിനി വരാൻ പോകുന്ന ഭാവിയിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാമെന്നാണ് പറയണത്.